നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ലാബ്സിന്റെ കോമ. സോറി, പേഷ്യന്റ് ഇപ്പൊ കോമയിലായിരിക്കുകയാണ്. അറിയാലോ അവസ്ഥ. ഹി വിൽ റിമൈൻ അലൈവ് ബട്ട് കാൺട്ട് ബി വേക്കൺ അപ്പ് ആൻഡ് ഷോ നോ സൈൻസ് ഓഫ് അവയർനെസ്. ജീവനോടെ ഇരിക്കും, പക്ഷേ പ്രതികരിക്കാനാവില്ല. അപ്പോ ഈ അവസ്ഥ മാറില്ലേ? അതിപ്പോ പറയാൻ പറ്റില്ല. വിശദമായ പരിശോധന ആവശ്യമാണ്. ചിലപ്പോൾ ഇത് പെട്ടെന്ന് മാറിയേക്കാം, ചിലപ്പോ 2 ആഴ്ച മുതൽ 1 വർഷം വരെ വേണ്ടിവരും. അത് പേഷ്യന്റിന്റെ ആരോഗ്യസ്ഥിതിയെ ആശ്രയിച്ചിരിക്കും. ശേഖരൻ കോമയിലായത് നന്നായി. ഇനി അയാളായിട്ടൊന്നും പുറത്തു പറയില്ലല്ലോ. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് എത്തിയില്ലെങ്കിലേ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് വിശാലിനെ സ്റ്റേഷനിൽ ജാമ്യത്തിൽ ഇറക്കണം. ഇല്ലെങ്കിൽ പോലീസുകാര് വിശാലിനെ കോടതിയിൽ ഹാജരാക്കും. കോടതി അവനെ റിമാൻഡും ചെയ്യും. പിന്നെ ജയിലിൽ നിന്ന് മാത്രമേ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ സാധിക്കുള്ളൂ. അതിന് ചിലപ്പോ ദിവസങ്ങൾ കഴിഞ്ഞെന്ന് വരില്ലേ? അയ്യോ, അത് പാടില്ല. അവനെ ഒരിക്കലും ജയിലിലേക്ക് അയക്കരുത്. നീ വാ, നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ പോവാം. പ്രഭാവതി ആന്റി, അല്ല, നിങ്ങളിത് എവിടെ പോകുന്നു? ഞങ്ങള് വിശാലിനെ കാണാൻ വേണ്ടി സ്റ്റേഷനിലോട്ട് ഇറങ്ങുമായിരുന്നു. അവനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണ്ടേ? ഇവര് സ്റ്റേഷനിൽ ചെന്ന് എന്തെങ്കിലും തരത്തിൽ വിശാലിനെ ജാമ്യത്തിൽ ഇറക്കിയ പ്രശ്നമാവുമല്ലോ. അവൻ ജയിലിലേക്ക് തന്നെ പോണം. എന്താ ചേച്ചി? ഏയ്, ഒന്നുമില്ല ചേച്ചി, എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ഏയ്, നിങ്ങൾ ഇത്ര തിടുക്കപ്പെട്ട് സ്റ്റേഷനിലോട്ട് ചെല്ലേണ്ട കാര്യമില്ല. അവന് ജാമ്യത്തിൽ ഇറക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓ ഭാഗ്യം. ആന്റി അത് ചെയ്തിട്ടാണോ വന്നത്? ഞങ്ങള് അവൻ എങ്ങനെ ജാമ്യത്തിൽ ഇറക്കുന്നുള്ള ടെൻഷനിലായിരുന്നു. ഇനി ആ ടെൻഷനൊന്നും വേണ്ട മോളെ. ഏതായാലും ഇറങ്ങിയ സ്ഥിതിക്ക് സ്റ്റേഷനിൽ പോയിട്ട് വിശാലിനെ ഒന്ന് കണ്ട് സമാധാനിപ്പിച്ചിട്ട് വരാം, അല്ലേ മോളെ? നമുക്ക് പോയിട്ട് വരാമേ. എനിക്ക് വിശാലിനെ കാണണം. അതെ, നിങ്ങളിപ്പോ അവിടെ ചെന്നിട്ട് ഒരു കാര്യമില്ല. അവനിപ്പൊ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. പോലീസുകാര് സമ്മതിക്കില്ല. മോള് വിഷമിക്കണ്ട. നമ്മുടെ വക്കീല് ഇന്ന് തന്നെ അവനെ ജാമ്യത്തിലിറക്കും. വൈകുന്നേരത്തിനുള്ളില് അവൻ ജാമ്യത്തിലിറങ്ങും. നിങ്ങൾ വാ. എന്താ പേര്? എന്താ കേസ്? സർ, ഇദ്ദേഹം ഇവിടെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനാണ്.
പെരിയേട്ടൊരു കുടുംബത്തിലെ അംഗമാണ്. എടോ, അയാള് ഏത് വലിയ തമ്പുരാനായാലും ശരി, അയാള് കൊലപാതകം ചെയ്ത ക്രിമിനലാണ്. അവനിപ്പോ കൊല ചെയ്തത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോ ഇവന് ഈ മാന്യതയൊക്കെ കൊടുത്താ മതി. അതിനപ്പുറം കൂടുതൽ ബഹുമാനവും സെന്റിമെന്റ്സും ഒന്നും ഇവിടെ ആർക്കും വേണ്ട. ഞാനോട് മാറി നിൽക്കും. സർ, സർ, ആ, ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയോ? ഞാൻ പൊയ്ക്കോട്ടെ സർ. ആ ആ ശരി. സാധാരണ ഒരു ദിവസം മുതൽ ഒരു മാസം വരെ എടുക്കും ഫോറൻസിക് റിപ്പോർട്ട് വരാൻ. ഇതിപ്പോ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിട്ടാണ് റിപ്പോർട്ട് വേഗത്തിലാക്കി എടുത്തത്. ശേഖരമേനോന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് തന്റെ തോക്കിൽ നിന്ന് തന്നെയാണോന്ന് അറിയണമല്ലോ. താൻ എന്താ പറഞ്ഞത്? ശേഖരമേനോനെ വെടിവെച്ചത് താനല്ല മറ്റാരോ ആണെന്ന്. താൻ പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു വിശാൽ. ഈ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ശേഖരമേനോന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് തന്റെ തോക്കുമായി മാച്ച് ചെയ്യുന്ന ബുള്ളറ്റാ. അതായത് തന്റെ ആ തോക്കിലെ വെടിയുണ്ട തന്നെയാണ് ശേഖരമേനോന്റെ ശരീരത്തിൽ തറച്ചത്. ഇല്ല, താൻ തന്നെയാണ് ശേഖരമേനോനെ വെടിവെച്ചത്. അതിപ്പോ സംശയമില്ലാതെ തന്നെ ശാസ്ത്രീയമായി തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. ആ സ്ഥിതിക്ക് തന്നെ എനിക്ക് വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടി വരും. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. എന്താണ് അറിയേണ്ടത്? പാർവതി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാറ് ഇതിനകത്ത് കിടക്കുമ്പോ എനിക്ക് എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും സാർ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.